ഈ എറണാകുളം ജില്ലയിൽ തന്നെ ഒരു വൺ ഡേ ട്രിപ്പ് പോയി വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് വളരെ വൺ ഡേ പോയി ഒന്ന് കറങ്ങി അടിച്ച് തിരിച്ച് എത്രയും പെട്ടെന്ന് വീട്ടിലെത്താൻ വേണ്ടിയിട്ടുള്ളവർക്കുള്ളൊരു വീഡിയോ കേട്ടോ. അതായത് എറണാകുളത്തു നിന്നാണെങ്കിലും നേരെ പെരുമ്പാവൂർ, കോതമംഗലം, നേര്യമംഗലം കഴിഞ്ഞ് എങ്ങും തിരിയാതെ നേരെ അങ്ങ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാമലക്കണ്ടം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമമുണ്ട്. വളരെ സുന്ദരവും വളരെ രസകരവുമായിട്ടുള്ള ഒരു കൊച്ചു ഗ്രാമം. ആ ഗ്രാമത്തിലേക്കുള്ള ഒരു ചെറിയൊരു വൺ ഡേ ട്രിപ്പാട്ടോ. ഇതിനകത്ത് വിശദമായിട്ട് കാണിക്കാനൊന്നുമില്ല. അവിടെ നമുക്കൊരു കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട്. ആ സ്വർഗത്തിൽ നമ്മൾ നേരത്തെ വർഷങ്ങളായിട്ടുള്ള ഒരു ചെറിയ പ്രോപ്പർട്ടി. ആ പ്രോപ്പർട്ടി ഇതേ ഇവിടെ നിന്ന് 6 മൈലിൽ നിന്ന് ഇങ്ങനെ തിരിഞ്ഞത് ഈ കോൺക്രീറ്റ് റോഡ് ഇങ്ങനെ കയറി നേരെ പഴമ്പിള്ളിച്ചാൽ കഴിഞ്ഞാൽ നേരെ ചെല്ലുന്നത് മാമലക്കണ്ടം എന്ന് പറയുന്ന ഒരു കൊച്ചു സിറ്റിയിലേക്കാണ് കേട്ടോ. നമ്മുടെ സ്വന്തം ജീപ്പിൽ സ്വന്തമായിട്ടൊരു വൺ ഡേ ട്രിപ്പ് ചുമ്മാ പ്ലാൻ ചെയ്ത് ഒരു രസകരമായിട്ട് ഈ കാട്ടിലൂടെ ഉള്ളൊരു സന്തോഷം നിറഞ്ഞ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലി ട്രിപ്പ്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ എത്തുന്നതിന് മുന്നേ ഈ വളവ് തിരിഞ്ഞിറങ്ങി ചെല്ലുന്നത് ശരിക്കും പഴമ്പിള്ളിച്ചാൽ. എന്ത് രസമായിട്ടുള്ളൊരു യാത്രയല്ലേ വനത്തിൻ്റെ ഉള്ളിൽ കൂടെ. അതിസുന്ദരമായിട്ടുള്ള പച്ചപ്പും. എന്തു രസം. അവിടെ നിന്ന് പിന്നെ നേരെ നമ്മൾ വീണ്ടും ആ വനത്തിൻ്റെ ആ ഒരു സുന്ദരമായിട്ടുള്ള ഭംഗിയൊക്കെ ആസ്വദിച്ച് വീണ്ടും നമ്മളിവിടെ നിന്ന് ഇങ്ങനെ നമ്മുടെ ജീപ്പിലിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഭയങ്കര രസമാണ്. പോകുന്ന വഴികളും പോകുന്ന യാത്രയും. ഒരുപാട് ദൂരമില്ല, പെട്ടെന്നങ്ങ് എത്തുന്നു. അങ്ങനെ മാമലക്കണ്ടത്ത് എത്താൻ വേണ്ടിയിട്ടുള്ള തൊട്ടടുത്തെന്ന് പറഞ്ഞ പോലെ എത്താൻ വേണ്ടിയിട്ടുള്ള നിസ്സാര സമയത്തിൻ്റെ അടുത്ത് ആ ഒരു എൻഡിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്ന കേട്ടോ ജീപ്പ്. ഭയങ്കര രസമുള്ളൊരു യാത്രയാണ്. ചുമ്മാ ഒരു ഞായറാഴ്ചയൊക്കെ നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ ചുമ്മാ വന്ന് വരാൻ പറ്റിയിട്ടുള്ളൊരു ഭയങ്കര 4 ജീപ്പാണ്. ഹനുമാൻഗീറൊക്കെ ഇട്ടു. വീണ്ടും കൊയിനിപ്പാറ എന്ന് പറയുന്ന ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു വലിയൊരു ഓഫ് റോഡിൻ്റെ ഒരു ഭയങ്കര ദാരുണമായിട്ടുള്ള ഒരു ഓഫ് റോഡ് അനുഭവം ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ അടുത്ത യാത്ര. കൊയിനിപ്പാറ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഓഫ് റോഡിൽ ഇപ്പോൾ ഉള്ള ഏറ്റവും നല്ലൊരു ഓഫ് റോഡെന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചിട വരെയൊക്കെ ഒരു കോൺക്രീറ്റ് റോഡാണ്. അത് കഴിഞ്ഞാൽ വീണ്ടും വെറുതെ പാറയിൽ കൂടെ ഇങ്ങനെ ജീപ്പ് ഇങ്ങനെ കയറി പോകുന്ന അതിസുന്ദരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഒരു ഓഫ് റോഡ് ഡ്രൈവ് എങ്ങനെ ഫീല് നമുക്ക് ഉണ്ടാക്കി തരുന്നു എന്നുള്ളത് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റുന്നൊരു യാത്രയാണ് കേട്ടോ ഈ മാമലക്കണ്ടം കൊയിനിപ്പാറ യാത്ര എന്ന് പറയുന്നത്. അവിടെ കയറി നമ്മൾ കണ്ടോ, ശരിക്കും നോക്കിക്കോ, ആ പാറയിൽ കൂടി 4x4 ഒരു ജീപ്പ് ഇങ്ങനെ കയറി പിടിച്ച് ഇങ്ങനെ കയറി പോകുന്നൊരു അതിസുന്ദരമായിട്ടുള്ളൊരു യാത്ര. കാണാനും കേൾക്കാനും അധികം ആൾക്കാരോടൊന്നും കുശലം പറയാനൊന്നും ഇല്ലാത്ത ഒരു കാട്ടിലൂടെയുള്ള ഒരു പാറയിലൂടെയുള്ള ഒരു രസകരമായിട്ടുള്ള ഒരു സുന്ദരമായിട്ടുള്ള യാത്രയാണ് ഈ കൊയിനിപ്പാറ. മാമലക്കണ്ടത്ത് നിന്ന് കൊയിനിപ്പാറ റോഡിലേക്ക് കയറുന്നത് കാണാൻ പറ്റും. പിന്നെ ഈ കാണുന്ന വീട് കണ്ടോ, ഈ വീട് എൻ്റെ വീടായിരുന്നു കേട്ടോ. ഞങ്ങളത് വിറ്റ് ഇവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിപ്പോയത്. കാരണം ഇനി നമുക്ക് വിൽക്കാത്ത കുറച്ച് സ്ഥലമുണ്ട്. ആ സ്ഥലത്തിലെ ആ വൺ ഡേ ട്രിപ്പ് വന്നിട്ട് ആ സ്ഥലത്തിൽ കുറച്ച് കുരുമുളക്, കുറച്ച് കാപ്പിക്കുരു, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പണ്ട് ശീലിച്ച് വന്നിരുന്ന ആ ഒരു ചെറിയ സംഭവങ്ങളെല്ലാം പറിച്ച് കളക്ട് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് അച്ഛനും അമ്മയും എല്ലാവരും ഒക്കെ ആയിട്ട് ഒരുമിച്ച് വന്നിങ്ങ് പറിച്ച് ഒരുമിച്ച് അങ്ങ് ഇറങ്ങി പോകുന്ന ഒരു വെറുതെ ഒരു ഒറ്റ ദിവസത്തെ പരിപാടി. ആ ഒറ്റ ദിവസത്തെ പരിപാടിയിൽ നമ്മളിതുപോലെ ഒരു കോണിയൊക്കെ വെച്ച് കുരുമുളകിൻ്റെ മരത്തിൻ്റെ മുകളിലൊക്കെ കയറി ഉള്ള കുരുമുളകൊക്കെ കളക്ട് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് അതിനുള്ള പരിപാടികളുള്ളൂ.
പണ്ടൊക്കെ ഒരുപാട് കൃഷികളായിട്ട് ആൾക്കാരുണ്ടായിരുന്നു, ഇപ്പം ഒന്നും ആരുമില്ല. കുറച്ച് സ്ഥലങ്ങളുണ്ട്. കൂടുതലും പുറം ടീമുകളൊക്കെ വന്ന് സ്ഥലങ്ങളും മേടിച്ചു. ഹോം സ്റ്റേ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മാമലക്കണ്ടം മാറിപ്പോയി. അങ്ങനെ കുരുമുളകൊക്കെ പറിച്ചിറങ്ങി. ആ കുരുമുളക് ഏതാണ്ട് ഒരു 5-10 കിലോ കുരുമുളകിൻ്റെ അടുത്തുള്ളൂ. ഇതാണ് കുരുമുളകൊക്കെ പറിച്ച് നമ്മളിറങ്ങി. നമ്മൾ നൈസായിട്ട് വീണ്ടും നമ്മുടെ വീടിൻ്റെ ആ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് വീണ്ടും നമ്മളിവിടുന്ന് തിരിച്ചിറങ്ങാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ. നിങ്ങൾ എന്തെങ്കിലും ഫ്രീ ആകുമ്പോൾ എന്തെങ്കിലും മാമലക്കണ്ടം വിസിറ്റ് ചെയ്യുക, കാണുക, ആ ഭംഗി ആസ്വദിക്കുക. ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ്.